എല്ലാവർക്കും PSC പസിലിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ 6 പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 30ാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ശ്രീ പിണറായി വിജയൻ. ശ്രീ പിണറായി വിജയനാണ് ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ. 31ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ. സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് തെളിനീരൊഴുകും നവകേരളം. 33ാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ, കുടുംബശ്രീ. കുടുംബശ്രീ ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പമാണ് ഒന്നായി മുന്നേറാം എന്ന വാക്യം കാണുന്നത്. 34ാമത്തെ ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിൽ ഡോപ്പാമിൻ എന്ന നാഡീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീര തുലനനില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് ഏത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, പാർക്കിൻസൺസ്. പാർക്കിൻസൺസ് എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് മസ്തിഷ്കത്തിൽ ഡോപ്പാമിൻ എന്ന നാഡീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീര തുലനനില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നത്. തലച്ചോറിലെ കോശങ്ങളിലും ചുറ്റുപാടും പ്രോട്ടീനുകളുടെ അസാധാരണമായ അടിഞ്ഞുകൂടലാണ് അൽഷിമേഴ്സ് രോഗത്തിന് കാരണം. അൽഷിമേഴ്സ് രോഗത്തിന് കാരണം തലച്ചോറിലെ കോശങ്ങളിലും ചുറ്റുപാടുമുള്ള പ്രോട്ടീനുകളുടെ അസാധാരണമായ അടിഞ്ഞുകൂടലാണ്. ശരീരത്തിലെ പേശികളുടെ പ്രവർത്തനം നഷ്ടപ്പെടുന്നതിനെയാണ് പക്ഷാഘാതം എന്ന് പറയുന്നത്. ഇത് താൽക്കാലികമോ സ്ഥിരമോ ആകാം. ശരീരത്തിലെ പേശികളുടെ പ്രവർത്തനം നഷ്ടപ്പെടുന്നതിനെയാണ് പക്ഷാഘാതം എന്ന് പറയുന്നത്. അപസ്മാരം ഒരു മസ്തിഷ്ക രോഗമാണ്. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് അപസ്മാര രോഗത്തിൻ്റെ കാരണം. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് അപസ്മാര രോഗത്തിന് കാരണം. 35ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തൊഴിൽജന്യ രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, സോറിയാസിസ്. സോറിയാസിസ് ഒരു തൊഴിൽജന്യ രോഗമല്ല. സോറിയാസിസ് എന്നത് ഒരു ത്വക്ക് രോഗമാണ്. സിലിക്കോസിസ്, ന്യൂമോകോണിയോസിസ്, ആസ്ബെറ്റോസിസ് എന്നിവ തൊഴിൽജന്യ രോഗങ്ങളാണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെ? ഓപ്ഷൻ സി ആണ് ആൻസർ, മോണോസൈറ്റ്, ന്യൂട്രോഫിൽ. മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമായ ഫാഗോസൈറ്റോസിസ് എന്ന പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ. ഏറ്റവും ചെറിയ ശ്വേതരക്താണുവാണ് ലിംഫോസൈറ്റ്. രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. ശരീരത്തിൽ പ്രത്യേക പ്രതിരോധം നടപ്പിലാക്കുന്ന രക്തകോശങ്ങളാണ് ലിംഫോസൈറ്റുകൾ. ഈസിനോഫിൽ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു, അണുബാധ തടയുന്നു, അലർജിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ ഇടപെടുന്നു. അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നത് ഈസിനോഫിലാണ്. അണുബാധ തടയുന്നു, അലർജിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ ഇടപെടുന്നു. 37ാമത്തെ ക്വസ്റ്റ്യൻ, DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കേഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ്. നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ് പ്രതിപാദിച്ചിരിക്കുന്നത് DDT പോലുള്ള കീടനാശിനികളെ കുറിച്ചാണ്. പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് റേച്ചൽ കേഴ്സൺ ആണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ, സ്ഥൂലധാതുക്കൾ ഏതൊക്കെ? ഓപ്ഷൻ എ ആണ് ആൻസർ, കാൽഷ്യം,
പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം. കാൽഷ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം എന്നിവയാണ് സ്ഥൂലധാതുക്കൾ. 39ാമത്തെ ക്വസ്റ്റ്യൻ. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, സ്നേഹപൂർവം. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വരികയും ചെയ്താൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. വീടുകളിൽ നേരിട്ടെത്തി BP, പ്രമേഹം എന്നിവ പരിശോധിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വനം. വീടുകളിൽ നേരിട്ടെത്തി BP, പ്രമേഹം എന്നിവ പരിശോധിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വനം. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് താലോലം. മാരകമായ അസുഖങ്ങൾ എന്നുദ്ദേശിക്കുന്നത് വൃക്കരോഗങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, സെറിബ്രൽ പാൾസി, പൊട്ടുന്ന അസ്ഥിരോഗം, ഹീമോഫീലിയ, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ, ഓർത്തോപീഡിക് വൈകല്യങ്ങൾ, മറ്റ് നാഡീവികസന വൈകല്യങ്ങൾ, ജന്മനാ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ അതായത് എൻഡോസൾഫാൻ ഇരകൾ, ശസ്ത്രക്രിയ ആവശ്യമുള്ള അപകടങ്ങൾ എന്നിവയാൽ ബുദ്ധിമുട്ടുന്ന 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സമാശ്വാസം പദ്ധതി കേരള സർക്കാർ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. വൃക്ക രോഗികളായ ഡയാലിസിസ് ചെയ്യുന്നവർ, വൃക്ക, കരൾ എന്നിവ മാറ്റിവെക്കലിന് വിധേയരായവർ, ഹീമോഫീലിയ രോഗബാധിതർ, അരിവാൾ രോഗികൾ എന്നിവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്. 40ാമത്തെ ക്വസ്റ്റ്യൻ. പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, അറ്റ്പാടി. അറ്റ്പാടിയാണ് പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ്. 41ാമത്തെ ക്വസ്റ്റ്യൻ. പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി WHO 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിൻ്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? ഓപ്ഷൻ സി ആണ് ആൻസർ, NIIMH ഹൈദരാബാദിനെയാണ് പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി WHO 2024 ജൂൺ 3 ആയുഷ്